ഇന്ന് ആ ദിവസം നമ്മൾ പോയിട്ട് ആ ഡ്രാഗനെ കൊല്ലാൻ പോവുകയാണ്. അതെ, ബഗ് റോക്കത്തെ ഡ്രാഗൻ എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ചില സമയത്ത് അത് കടന്ന് എന്തൊക്കെയോ കാട്ടുണ്ടാവും, നമുക്കൊന്നും മനസ്സിലാവില്ല. എന്തായാലും നമ്മൾ റീസ്പോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട സാധനങ്ങളൊക്കെ സെറ്റാണ്. ഇത് അത്രയ്ക്കും സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുപോണത് ഇപ്പോൾ. പിന്നെ ഇത്രയ്ക്കും സാധനങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇനി എന്തായാലും ഞാനെടുത്ത് ചാടാൻ പോവുകയാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, വഴിക്ക് പോരുത് പ്ലീസ്. ഓക്കെ, പോയില്ല. ഇത് എന്തായാലും ഒരു കൂട് പോലുള്ള സ്ഥലമാണ്. നമുക്കെന്തായാലും ഇവിടുന്ന് തന്നെ അങ്ങോട്ട് പൊട്ടിച്ച് തുടങ്ങാം. എൻഡർ ഡ്രാഗൻ്റെ ഹെൽത്ത് കാണിക്കുന്നുണ്ട്, അപ്പം അത് പോയി. അപ്പം എൻ്റെ അടുത്തായിട്ട് കേട്ടോ എൻ്റെ ഡ്രാഗൻ. എന്തായാലും നമുക്ക് എലക്ട്രിയും കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം ഞാൻ അതായത് അടുത്ത എപ്പിസോഡിൽ എനിക്ക് നല്ലൊരു ഷുഗർ കെയിൻ അല്ല ക്രീപ്പർ ഫാമും പിന്നെ നമ്മളുടെ മെൻഡിങ്ങും അൺബ്രേക്കിങ്ങും ബുക്കും സെറ്റാക്കണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഞാൻ ഒരു ഫുള്ള് എൻചാൻറ്റിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് സെറ്റാക്കും. എന്നിട്ട് നല്ലൊരു എൻചാൻറ്റിങ്ങും ചെയ്യും. ഇതെന്താ എൻ്റെ ഇങ്ങനെ എൻ്റെ ലാഗ് മാറാനുള്ള പാക്കിൻ്റെ ഓരോരോ കുസൃതികളാണിത്. എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ വില്ലറായിട്ട് കിട്ടുമോ നോക്കാം. ഓക്കെ, അത് പൊട്ടിച്ചിട്ടുണ്ട്. ഡ്രാഗൻ എന്ത് സ്പീഡാണ് ഡ്രാഗന്. പൊട്ടിയെന്ന് തോന്നുന്നില്ല, കാരണം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മുടെ ഡ്രാഗൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവൻ്റെ കയ്യിൽ നിന്ന് എത്ര തവണ ചാവും എനിക്ക് പോലും അറിയില്ല. കാരണം അത് പറക്കണ കണ്ടാൽ എൻ്റെ പേടിയാണ്. ഞാൻ പൂജ ലോഞ്ചർ വഴി ജാവയിൽ ഞാൻ ഒരു തവണ കൊന്നതാണ് ലെതർ ഹാർബർ വെച്ചിട്ട്. അതിൽ നല്ല സ്ലോ ആയിട്ടും നല്ല കാമായിട്ടാണ് അത് പോണത്. ഇത് പക്ഷെ പോണ കാണുമ്പോൾ തന്നെ പേടിയാണ്. കാരണം എന്ത് ബെഡ് റോക്കാണ് പറഞ്ഞില്ലേ. ഇതിൽ പിന്നെ ഇവിടെ ഇങ്ങനെ അടുത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലേ. ഇതാണ്ട് ഡ്രാഗൻ ജസ്റ്റ് മിസ് അതിൻ്റെ ബർഫ് അതാ പോണു. ഇതെന്തായാലും നമുക്ക് ഞാൻ ആദ്യത്തെ മരണം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര തവണ മരിക്കുന്നു എനിക്ക് പോലും അറിയില്ല. എന്തായാലും നമ്മളവിടെ റീസ്പോൺ സെറ്റാക്കിയത് കൊണ്ട് കുഴപ്പമില്ല. കണ്ടോ, പിന്നെ നമുക്ക് ഇനി എന്തായാലും ഒരു 5 പൊറോട്ട അവിടെ 5 പൊട്ടാറ്റോ എടുത്തുകൊണ്ട് പോവുക. ഓക്കെ, ഇതെന്തായാലും നല്ല രീതിക്ക് ഞാൻ ഇനി ചാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. അടുത്ത എപ്പിസോഡിൽ ഞാൻ ക്രീപ്പർ ഫാം നല്ല ഹൈറ്റിലുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണോ അതോ നോർമൽ ബേസിക് ആയിട്ടുള്ളൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കണോ എന്നും കൂടി നിങ്ങൾ പറയുക. അതൊക്കെ തന്നെയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ക്രിയേറ്റീവ് ആക്കിയോന്ന്. ഞാൻ ക്രിയേറ്റീവ് ആക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ നല്ലൊരു ഫൈറ്റിലാണ്. ഞാൻ ലാസ്റ്റ് എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. അയൺ സ്വാഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷീൽഡ്, നമ്മുടെ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങൾ, പിന്നെ കോബിൾ സ്റ്റോണ്. ഒരു ഡ്രാഗൺ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ സീഡിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ട് ഡ്രാഗൺ നമ്മളടിക്കുന്നത് നല്ല ഗെയിമാട്ടോ നമ്മുടെ ബെഡ് റോക്ക് എഡിഷൻ. ഞാൻ പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ പോയാൽ ഞാൻ ഈ സീരീസ് 10ാമത്തെ എപ്പിസോഡിൽ തന്നെ നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ പൂജ ലോഞ്ചറിലോട്ടേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ ബഗ് 1.21 കളിക്കണവർക്ക് ഇത്രമാത്രം ബഗ്ഗൊന്നും അവർക്ക് കാണില്ല. കാരണം ഇപ്പോൾ അവർ ഫിക്സ് ചെയ്തിരുന്നു ഈ ബഗ്ഗൊക്കെ. ഞാൻ ഇപ്പോൾ 20.16 കളിക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഓരോരോ പില്ലേഴ്സ് പൊട്ടിക്കുമ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, 1 2 ഓക്കെ, ഡ്രാഗൺ അവിടെ ഉണ്ട്. ഒരു MLG ട്രൈ ചെയ്യാം. വാട്ടർ ബക്കറ്റ് അവിടെ നോക്കിക്കോ. പിന്നല്ല നെക്സ്റ്റ്
ബെഡ് റോക്ക് ഞാൻ ഇവിടെ വന്ന് പൊട്ടിച്ചതുമില്ല ഒന്നുമില്ല. ഞാൻ നോക്കണു ഇവിടെ ആണെങ്കിൽ ഇരുമ്പിൻ്റെ കമ്പി അങ്ങനെ ഇട്ടുന്നു, ഒന്നും കാണാനുമില്ല. അവിടെ ക്രിസ്റ്റലുമില്ല, ഒന്നുമില്ല. ഓക്കെ, അടുത്തത് മൂന്നാമത്തത്. ഇനി അവിടുത്തെയാണ് എൻ്റെ ഒരു ആരോ ഇല്ല. ഇനി എന്തായാലും പോകണം. ഡ്രാഗൺ നമുക്ക് അടുത്തൊരു MLG ട്രൈ ചെയ്യാം. വാട്ടർ ബക്കറ്റ് പിന്നല്ല. അടുത്തതും പോയി. എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞു എന്ന്. ഇനി എന്തായാലും നമുക്ക് താഴോട്ടേക്ക് പോവാം. നോക്കിക്കോളൂ. അയ്യോ അയ്യോ, ഓ. അങ്ങനെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം. അതിൻ്റെ സാധനങ്ങളൊക്കെ അതാ പോണു. എത്ര XP പോയി എനിക്കറിയില്ല. ഓക്കെ, ഇനി എന്തായാലും ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൻ, ആരെങ്കിലും ഒരാളിപ്പോൾ തീരും. പിന്നെ കുറച്ച് ആരോസും കാര്യങ്ങളും കയ്യിലെടുക്കുക, പിന്നെ കുറച്ച് ബ്ലോക്ക്, പിന്നെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തിട്ട് ഇനി എന്തായാലും നമുക്ക് അവനെ കൊല്ലാൻ പോവാം. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ബെഡ് വെച്ച് നോക്കാം. അവൻ ബെഡ് എൻ്റെ പൊട്ടിച്ചു. ആ ബെഡ് അവൻ അങ്ങനെ എടുത്തു. ഇനി ഒരു കാര്യം ചെയ്യാനേ വെള്ളൂ, അവൻ്റെ വാലിൽ പോയിട്ട് അടിക്കുക. സ്വാഡ് എടുത്തിട്ട് അവൻ്റെ വാലിൽ തന്നെ പോയി കൊടുക്കുക. ഇതായിരിക്കും നല്ലത്. ഇനി അവൻ എന്തായാലും എന്നെ അടിച്ച് എയറിൽ കയറ്റുന്നതാണ് എനിക്ക് തോന്നണത്. കാരണം ഇവൻ്റെ ചിറകാണ്. അവൻ പോയി. അവൻ്റെ ചിറകാണ് കുഴപ്പം. എൻഡർമാൻ. ദയവ് ഇത് കൊല്ലല്ലേ, കഷ്ടപ്പെട്ട് വരികയാണ്. പ്ലീസ് ഒന്ന് കൊല്ലല്ലേ പ്ലീസ്. എന്തായാലും നമ്മുടെ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോട്ടെ. ഇവിടെ എവിടെയേ എന്തായാലും കൂട്ടിൻ്റെ പുറത്ത് തന്നെയാണ് ചത്തണത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ തീരുന്നാണ്. ഞാനിപ്പോൾ എന്താ കണ്ട ഡ്രാഗൻ എന്ത് ഡ്രാഗൻ ഇങ്ങനെ പറക്കണേ? എനിക്കറിയില്ല. ഈ ബഗ് റോക്ക് എഡീഷൻ ഇതെന്തായി? ആകപ്പാടെ ഈ ഡ്രാഗൻ. എൻ്റെ സാധനങ്ങൾ പകുതിയും പോയി. ഇൻറ്റേർണൽ ഗെയിം ഡിസൈനോ? അതെന്താ സാധനം? ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഈ ഗെയിം ആകപ്പാടഞ്ഞ് ബാക്കി 3 ബെഡും ഉണ്ട്, ഒരു 11 പൊട്ടാറ്റോയും ഉണ്ട്. ഇതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും. ഞാനാ പറയണത്, നീ ഒന്ന് നിലത്തേക്ക് ഇറങ്ങ്, പിന്നെ നിൻ്റെ കാര്യം തീർന്ന്. ഇതിവനെ കൊന്നാൽ പിന്നെ ജാവയിൽ ഒരു ആർമറില്ലാതെ ആണെങ്കിൽ എനിക്ക് അവനെ പോയി കൊല്ലാം. കാരണം ഇതിൽ എത്ര ഡയമണ്ട്, എത്ര വലിയ ആർമർ ഉണ്ടായിരുന്നാലും ഇവനെ കൊല്ലാൻ നല്ല പണിയാണിത്. ഇൻറ്റേർണൽ ഗെയിം ഡിസൈൻ അത്ര എന്തൊക്കെയാ വേണ്ട കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ ഡ്രാഗൺ ബെർത്ത് ആർട്ടും ഉണ്ട്, ഞാനും ഉണ്ട്. 11 പൊട്ടാറ്റോ. അവിടെ ഇരുന്നു. ബെഡ് വെച്ചിട്ട് തന്നെ ഞാൻ അവനെ കൊല്ലും. തീർന്നു. ലാഗ് കഴിഞ്ഞ്. ഗൈസ്, ഒരു ലേശം കൂടി അവൻ്റെ ഹെൽത്ത് ഉള്ളൂ. അത് എൻ്റെ തലയുടെ ജസ്റ്റ് മേലെ കൂടെ പോയത്. നീ ഒരു തവണയും കൂടി നിലത്ത് വന്നിരുന്നാൽ അവൻ്റെ കാര്യം കഴിഞ്ഞ്. ഞാനാ പറയണത്, ബെഡ് വെച്ച് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പൊട്ടിക്കില്ല. അവൻ വന്നിരുന്ന് നിനക്കെൻ്റെ നോ, നിൻ്റെ കാര്യം തീർന്നു മോനെ, തീർന്നു. നോക്കിക്കോ. ഒരു എൻഡർമാൻ ആണെങ്കിൽ എൻ്റെ നേരെ നോക്കി നിൽക്കണുണ്ട്. ഓക്കെ, ഡ്രാഗ കഴിഞ്ഞ്. ഇത്തിരി കൂടി. അത്രയേ ഉള്ളൂ. അത്രേ സാറിൽ ആനിമേഷൻ കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, അവൻ തീർന്നില്ലേ? അത്ര തന്നെ മതി. എൻ്റെ SPയും കാര്യങ്ങളൊക്കെ അവൻ ഡ്രോപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും അവന് ഞാൻ അങ്ങോട്ട് തീർത്തിട്ടുണ്ട്. ഇനി എൻ്റെ വാഴാൻ പോണത് ഞാനാ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബെഡ് റോക്ക് എഡീഷൻ. എത്രയാണ് ചത്തോന്ന് ചോദിച്ചാൽ അതൊന്നും പറയണ്ട. ഞാൻ അവനെ കൊന്നില്ലേ, അത് മതി. അവൻ XP ഡ്രോപ്പ് ചെയ്തില്ല അല്ലേ? സാറില്ല, XP ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ, നമ്മളവരെ അങ്ങോട്ട് കൊന്നില്ലേ? പിന്നെ എനിക്ക് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയോ? ഇല്ലല്ലോ.
ആ എന്തായാലും നമുക്ക് ആ ഡ്രാഗൻ്റെ എഗ്ഗ് അങ്ങോട്ട് കളക്ട് ചെയ്യാം. അതിന് മുന്നേ ടോർച്ച് ഒരു നല്ലൊരു ടോർച്ച് പൊട്ടിക്കാനായിട്ട് ഡ്രാഗൻ്റെ എഗ്ഗിനെ നമ്മൾ തട്ടി അതവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടോർച്ചും കൂടി എടുത്തിട്ട് ആ ഡ്രാഗൻ്റെ എഗ്ഗ് അങ്ങോട്ട് എടുക്കാം. ഓക്കെ, അവൻ്റെ എഗ്ഗും അങ്ങനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഡ്രാഗൻ്റെ എഗ്ഗ്. ഓക്കെ, ഇനി എന്തായാലും നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ വേണം ഇവിടേക്ക് പോകാനായിട്ട്. മുന്നേ എൻ്റെ പോർട്ടൽ അതാ നമ്മുടെ എൻ്റെ പോർട്ടൽ കാണുന്നു. അല്ല, എന്താണ് റിമോട്ട് ഗേറ്റ് വേ, എൻ്റെ പോർട്ടലല്ല റിമോട്ട് ഗേറ്റ് വേ, അത് അവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ആ പോർട്ടലിലേക്ക് എടുത്ത് ചാടി. മറ്റേ പോർട്ടൽ സ്വാണിക്കുള്ളത് എന്തായാലും നമ്മൾ ഗെയിം അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഇവിടെ എത്തും. ഇനി നമ്മൾ ഇതാണ് പൊട്ടിക്കുക. അയ്യോ, രാത്രിയാണ്. ഇതങ്ങോട്ട് പൊട്ടിക്കണതിന് മുന്നേ നമ്മൾക്ക് ഇനി എന്തായാലും ഇവിടേക്ക് പോകണം. ഇടയ്ക്ക് എൻ്റെ സിറ്റിക്ക്. അപ്പം അതിന് മുന്നേ ഈ ഡ്രാഗൻ്റെ എഗ്ഗ്, പിന്നെ ഈ റോക്കറ്റ് എടുക്കാം, ഈ ഒരു മരം എടുക്കാം, പിന്നെ എൻ്റെ സ്റ്റോൺ എടുക്കാം. ബെഡ് വേണ്ട, ഇനി ബെഡിൻ്റെ ആവശ്യമില്ല നമുക്ക്. പിന്നെ മട്ടൻ എടുക്കാം. പിന്നെ ഇപ്പോൾ 2 അയ എടുത്ത് നമുക്ക് നല്ലൊരു സ്വാഡും കൂടി ഉണ്ടാക്കണം. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ആ റിമോട്ട് ഗേറ്റ് വേൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോവാം. അതിന് മുന്നേ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് അങ്ങനെ പോവാം. ട്രാപ്പ് ഡോർ വെച്ചിട്ടാണ് പോണത്. ഓക്കെ, ഓക്കെ, ഇതെന്താ അത്? ചെറിയൊരു ഐലൻഡാ? ഓക്കെ ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തോട്ടേക്ക് പോവാം. ഇവിടെയാണ് നല്ലൊരു ഐലൻഡായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും നമ്മൾ ഇതെടുത്തിട്ട് ചെറിയൊരു സ്പീഡ് ബ്രിഡ്ജിനെ കൊണ്ട് ട്രൈ ചെയ്താലോ? വേണ്ട അല്ലേ? അല്ലെങ്കിൽ വേണ്ട, ചെയ്യാം. ലാഗാവുമോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ചെയ്യാണ്. ഓ, ലാഗായി. ഇനി എന്ത് ചെയ്യാനാ? മണ്ടത്തരങ്ങൾ എല്ലാവർക്കും പറ്റും. നെവർ മൈൻഡ് ഗൈസ്, ഞാനിവിടെ ചെറിയൊരു ഫുഡ് ഫാം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. മറ്റേടത്ത് നിന്ന് എൻ്റെ ഫുഡൊക്കെ പോയല്ലോ. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടൊരു ഫുഡ് ഫാം പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ഫുള്ളായിട്ടാണ് ക്യാമ്പ് ഫയറാണ്. പെട്ടെന്ന് കുക്കായി കിട്ടും. ഫർണസിനേക്കാളും സ്മൂത്ത് അല്ല, നല്ല സ്പീഡായി കിട്ടും. പറഞ്ഞ നേരം കൊണ്ട് സൂപ്പറായിട്ട് എത്ര ഫുഡ് വെച്ച് കൊടുക്കണോ അത്രയ്ക്കും സ്പീഡിലാണ് ഫുഡ് സ്മെൽട്ടായി കിട്ടും. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിലൊരു കൗ ക്രഷോ അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ഫുഡ് ഫാം സെറ്റ് ആക്കണം. അതെ, എന്തായാലും നമുക്കിത് ഫുള്ളായിട്ടാണ് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ ഇതിനെത്ര 10-20 സെക്കൻഡ് എത്ര വേണ്ടു. ഓക്കെ, അത് അപ്പം തന്നെ പറയുന്ന നേരം തന്നെ അവിടെയൊക്കെ ഇതാവുന്നുണ്ട്. എന്തായാലും നമുക്കിത് ഫുള്ളായിട്ടാണ് വെക്കാം. കറക്റ്റായിട്ട് തികയുമോ എന്ന് എനിക്കറിയില്ല. തികഞ്ഞില്ല, എന്നാലും സാരില്ല. നമുക്ക് തന്നെ ഇഷ്ടം പോലെ ധാരാളം. കണ്ടോ എത്രമാത്രം ചിക്കൻ, എത്രമാത്രം മട്ടൻ. ഇനി ഞാനിത് ക്രിയേറ്റീവ് എടുത്തതൊന്നും പറയണ്ട, ഞാനത് കഷ്ടപ്പെട്ടിരുന്ന് ഒപ്പിച്ചത് തന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ചെസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ അവിടേക്ക് പോകുമ്പോൾ ബാക്കി വെച്ച് പോയത്. അതൊക്കെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. മഴ പോലെ ഫുഡ് വീണം, മഴ പോലെ. അതേപോലെ ഞാൻ ഫുഡ് മഴ പെയ്യിപ്പിക്കും. ഫുഡ് മഴ ഇവിടെ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, 34 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എനിക്ക് പിക്കാക്സിൽ സിൽട്ടച്ച് വേണം. ഇനി ഞാൻ എൻട്രി സിസ്റ്റം ഉണ്ടാക്കിയിട്ടാണ് പോണത്. കാരണം ഇനി മണ്ടത്തരം കാണിച്ച് പോകാൻ വയ്യ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ചെറിയൊരു എൻജോയ്മെൻറ്റ് ഏരിയ ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് പിക്കാക്സിലോട്ടേക്ക് സിൽട്ടച്ച് ആഡ് ചെയ്യണം. ഇനി എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു എൻജോയ്മെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. എനിക്കങ്ങനെ സിൽട്ടച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ അവിടെ ഇട്ട് ഒരു റിപ്പയർ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ എൻജാൻറ്റിങ് ഏരിയ. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തന്നെ സ്വാഡൊന്ന് എൻജാൻറ്റ് ചെയ്തപ്പോൾ അത്രയും സാധനങ്ങൾ കിട്ടി. ലൂട്ടിങ് 3 അടക്കമുണ്ട് നമുക്ക്. പിന്നെ പിക്കാക്സിന് അത്ര വലിയ എൻജാൻറ്റ് ബാങ്കിൻ്റെ അല്ല, സിൽട്ടച്ചാണ്. ഞാൻ ആ അയൺ സോഡിനേക്കാളും നല്ലത് ഡയമണ്ട് സോഡ് ഉണ്ടാക്കി വെക്കണതായിരുന്നു.
ആ ചെറുതായിട്ടൊന്ന് ആദ്യം കാണിച്ചത് അൺബ്രേക്കിംഗ് 3 ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കിയപ്പോൾ ഇത്രയും സാധനങ്ങൾ കിട്ടി. എന്ത് ചെയ്യാനാ, പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇനി എന്തായാലും നമുക്കൊരു എൻട്രി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാനങ്ങനെ എൻട്രി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഞാൻ എൻട്രി ടെസ്റ്റിൽ വെക്കുന്നുണ്ട്. എടാ സോംബി, എൻ്റെ കയ്യിലിരിക്കുന്ന സ്വാഡ് കണ്ടോടാ നീ? 2 വെട്ടിനുള്ളതേ ഉള്ളൂ. എന്നെ ഒന്ന് ഇക്ലിയാക്കല്ലേ. ഓക്കെ, എന്തായാലും ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇനി എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞാൻ കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. ഇനി ഇവിടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ ഷിപ്പുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കലാണ്. ഇനി എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ച് ഞാൻ നിങ്ങളെ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഒരു എൻ്റെ സിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഷിപ്പ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നണത്, കാരണം ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഈ സൈഡാണ് ഉണ്ടാവേണ്ട. ഗൈസ്, അത് ഷിപ്പല്ലേ? അത് ഷിപ്പാണ്. ഓക്കെ, നമുക്ക് തന്നെ എലൈറ്ററും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഷൾക്കറിനെ കൊല്ലാനായിട്ട് നിൽക്കണില്ല. വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ 2 ഷൾക്കറിനെയും പിന്നെ അവിടുത്തെ 2 ഷൾക്കറിനെയും കൊല്ല. ഞാനതെന്തായാലും പിന്നത്തെ ഒരു ദിവസം വന്ന് ചെയ്യലായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് എൻ്റെ കയ്യിൽ അത്രമാത്രം നല്ലൊരു ആർമറും കാര്യങ്ങളൊന്നും അല്ല. റോമാരിയിൽ നിന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അവന്മാർ ഒരൊറ്റടി മതി. നമ്മൾ എത്ര ലിമിറ്റേഷൻ അടിച്ചാൽ നമ്മൾ അങ്ങനെ പോവും, അങ്ങനെ ഇറക്കിയാണ് പോവും. പിന്നെ ഇപ്പോൾ എന്തായാലും ഞാൻ ഇത് 1000 ബ്ലോക്ക് ഞാൻ അവിടുന്ന് വന്നു. എന്തായാലും നമ്മുടെ ആ പോർട്ടലിൻ്റെ അവിടുന്ന് നല്ല ദൂരമുണ്ട്. 1000 ബ്ലോക്ക് ദൂരമേ ഉള്ളൂ എങ്കിലും പക്ഷേ നടന്നു വരാനായിട്ട് കുറച്ചധികം പണിയുണ്ട്. ഞാൻ ആദ്യം വേറൊരു സ്ഥലത്തോട്ട് പോയി, 2000ത്തോട്ടേക്ക് പോയി. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ഈ സാധനം കണ്ടെത്തിയത്. ഓക്കെ, ഇനി എന്തായാലും ഇവിടെ പൊട്ടിച്ചൊരു ഒബ്സീഡിയൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ബെഡ് റോക്കിൽ ഇതുവരെയൊക്കെ വരുന്നത്. കാരണം ഞാൻ ജാവയിൽ ഇതുവരെ വന്നിട്ടുള്ളൂ. അവിടെ ഒരു ഉണ്ട്, ഇവിടെ ഫയർ ചെയ്യടാ പറ്റിച്ചേ. അയ്യോ, വാടാ നീ മര്യാദയ്ക്കൊരു ഷൾക്കർ ഷെല്ല് ഡ്രോപ്പ് ചെയ്തു. അതാണ് നിനക്ക്. അവൻ ഡ്രോപ്പ് ചെയ്തില്ല. ഓക്കെ, ഇനി എന്തായാലും ഒരു നല്ല മുഹൂർത്തം വന്നെത്തിയിരിക്കുകയാണ്. നമുക്കെന്തായാലും ഇനി ഫസ്റ്റ് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ എലൈട്രിയും കാര്യങ്ങളും എടുക്കാം. ഞാനങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ എലൈട്ര. ഇതെടുത്താണ്ട് ചോലിൽ ഇടണതിന് മുന്നേ ഇതാണ്ട് മാറ്റിയോണ്ട് വെക്കാം. എന്നിട്ട് ലൂട്ടിങ് 3 മെൻഡിങ് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഷവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ 5 ഗോൾഡും ഉണ്ട്, അത് എടുത്തുകൊണ്ട് പോവുക. പിന്നെ നല്ലൊരു ഫയർ പ്രൊട്ടക്ഷൻ്റെ ഒരു ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കിങ്, ലൂട്ടിങ് 3 മെൻഡിങ് എടുക്കാം. 5 ഇതും കിട്ടുന്നതായണോ അവിടെ ഇരിക്കട്ടെ, ക്യാപ്പ് ആവശ്യമില്ല. പിന്നെ നമ്മുടെ എൻ്റർ ചെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ലൈറ്ററിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ബ്രൂയിങ് എന്തോ ഇല്ല, അതും കൂടി എടുത്തിട്ട് പോവാം. ഗൈസ്, മെയിൻ സാധനം എടുക്കാതെ എങ്ങനെ പോവുക? എൻ്റെ ഡ്രാഗൻ്റെ ഹെഡ് അതെടുക്കാതെ എങ്ങനെ പോവുക? ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഒരു ഷൾക്കറും കൂടി ഉണ്ട്, അതിനെയും കൂടി ഒന്ന് കൊല്ലാം. അവൻ എന്തായാലും ഡ്രോപ്പ് ചെയ്യണം. ഒരു 2 ഷൾക്കർ ചെല്ലിക്ക് ഒരു വെട്ടിയാലും ഉണ്ടാക്കണം പ്ലീസ്. ക്രീപ്പർ ഫാം ഉണ്ടാക്കാനുള്ളതാണ്, ചതിക്കരുത്. അവൻ 2 ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റേഷൻ. ഇത് ചാവും ഉറപ്പാണ്. അര ഹാർട്ട് ഫുഡ് കഴിച്ചാൽ നീ ഈ ഒരു 2 ഷൾക്കർ ഷെല്ലും എടുത്തിട്ടുണ്ട്. 2 അല്ല 4 ഉണ്ട്. 2 ഷൾക്കർ ഷെല്ല് എടുക്കാൻ അല്ല ഷൾക്കർ ബോക്സ് ഉണ്ടാക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇനി എന്തായാലും എന്തിനും താഴോട്ടേക്ക് ഇറങ്ങി നേരെ വീട്ടിലോട്ടേക്ക് പോവാം. ഓക്കെ, ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മുടെ
ഈ ഒരു എൻട്രി ചെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് വീട് പണി നാളെ എന്തായാലും പൂർത്തിയാക്കും. ഓക്കെ, ഇവിടെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ലൈറ്ററിയും പിന്നെ നമ്മുടെ ലൈറ്റർ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അവിടെ ചോളിൽ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഞാൻ എന്തായാലും തേർഡ് പേഴ്സൺ ആക്കി കാണിച്ചു തരാം. അതിന് വേണ്ടി നമ്മുടെ ഇയർ പാക്ക് അങ്ങോട്ട് ഒന്ന് എനേബിൾ ആക്കിയതിന് ശേഷം നമ്മുടെ തേർഡ് പേഴ്സണിൽ ഇടുമ്പോൾ ഇതെന്താ മത്തങ്ങ തലയാണ്. ഈ മത്തങ്ങ എടുത്താണ് മാറ്റുക. എന്നിട്ട് നമ്മുടെ ഹെൽമെറ്റ് ഇടുക. ഇതാണ് നമ്മുടെ ലൈറ്ററുള്ള ഒരു ലുക്ക്. ഇനി എന്തായാലും ഞാൻ ഫുള്ള് ആർമർ അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ ഇതെന്താ അത്, ഇതാണ് നമ്മുടെ ഇത്. ഫുള്ള് അയൺ ആർമർ ഊരിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഓക്കെ, ഇനി എന്തായാലും നമ്മുടെ ക്രിയേറ്റീവ് ആക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടി ഗെയിം എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, ഞാൻ ക്രിയേറ്റീവ് ആക്കിയിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ.